യെസ്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ശനിയാഴ്ച അതിരഹസ്യമായി ചോദ്യം ചെയ്തിരിക്കുന്നു. ഉടൻ തന്നെ ഇദ്ദേഹത്തെ പ്രതി ചേർക്കുമോ, അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് അറിയാം. നമുക്കിപ്പോൾ നമ്മുടെ പ്രതിനിധിയായ ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ യുവരാജ് ഗോകുൽ ചേരുന്നുണ്ട്. നമസ്തേ, ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ യുവരാജ് ഗോകുൽ. ഈ ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ എന്തായാലും തീരുമാനമായിരിക്കുന്നു. ഇതൊരു മന്ത്രിതല ചർച്ചയായിരുന്നോ, മന്ത്രിതല പ്ലാനിംഗ് ആണോ? ഇതിന്റെ ഈ പൊളിറ്റിക്കൽ മാസ്റ്റർ മൈൻഡ് ആരാണെന്നുള്ള ചോദ്യത്തിനൊക്കെ ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു പാത തന്നെയാണ്. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും, കാരണം ചെറിയൊരു അഴിമതിയല്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിരിക്കുന്നത്. ഏതാണ്ട് 1000 കോടിക്ക് മുകളിലേക്ക് അതിന്റെ വാല്യൂ വരും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസത്തെ ഡി മണിയുടെ പ്രസ്താവനയോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അത്രയും വലിയൊരു അഴിമതി ശബരിമല കേന്ദ്രീകരിച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ അവര് ആസൂത്രണം ചെയ്തിട്ടുള്ള അഴിമതി അതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സുവ്യക്തമാണ്. കാരണം ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ബോർഡ് അംഗങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്രയും വലിയ വ്യാപ്തിയുള്ള ഒന്ന്. നമുക്കറിയാമല്ലോ, ഒരു മതസ്ഥാപനമാണ്, ഒരു റിലീജിയസ് സ്ഥാപനമാണ്. ആ റിലീജിയസ് സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാകുന്ന സമയത്ത് വളരെ വൈകാരികമായിട്ടായിരിക്കും ജനങ്ങൾ ആ വിഷയത്തെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല നിശ്ചയം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും 1-2 ചെറിയ ഉദ്യോഗസ്ഥർ കൂടി ചേർന്നിട്ട് ഇതുപോലെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് കയറി ഇത്രയും വലിയ അഴിമതി നടത്തുമെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ വലിയ വമ്പൻ തിമിംഗലങ്ങൾ, ഈ ചെറിയ മീനുകളൊന്നുമല്ല, വമ്പൻ തിമിംഗലങ്ങൾ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അവർക്ക് ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല. അത് കടകംപള്ളി സുരേന്ദ്രനിൽ തന്നെ ഒതുങ്ങി നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ മാത്രം ഉൾപ്പെട്ടുകൊണ്ടും ആയിരിക്കില്ല ഒരുപക്ഷെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ യുവരാജ് ഗോകുൽ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികളായ പ്രജിത്തും ബിനീഷും ചേരുന്നുണ്ട്. ആദ്യം പ്രജിത്തിലേക്ക് പോകാം. പ്രജിത്ത്, നമുക്കറിയാം മോഷണം നടന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി ഈ കടകംപള്ളി സുരേന്ദ്രന്റെ മൂക്കിന് കീഴിലാണ്. എന്നിട്ടും അദ്ദേഹം ഈ മോഷണത്തെ പറ്റി അറിഞ്ഞതേയില്ല, തനിക്കൊന്നും അറിയില്ല, താൻ ഈ മിനിറ്റ്സ് തിരുത്തിയത് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു. അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീങ്ങാനുള്ള കാരണം പത്മകുമാറിന്റെയും അല്ലെങ്കിൽ ഈ വിജയകുമാറിന്റെയും മൊഴി